ഹായ്, എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഹാപ്പി ഓണം. അങ്ങനെ കാടും മലയും താണ്ടി നമ്മൾ അതിസുന്ദരമായ കേരളത്തിന്റെ സ്വന്തം മിനി മൂന്നാറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മളെ വരവേൽക്കാൻ എത്തിയിരിക്കുന്നത് മയിലുകളും കുരങ്ങുകളുമാണ്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്യാം. കൊല്ലത്തുള്ള ആളുകൾക്ക് പോലും വലിയ അറിവില്ല കൊല്ലത്തെ ഈ തേയിലത്തോട്ടത്തെ കുറിച്ച്. തേയിലത്തോട്ടം മാത്രമല്ല, ഓറഞ്ചും ഗ്രാമ്പും ജാതിയും എല്ലാം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഇവിടെ എങ്ങനെ വരാം എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പണി കിട്ടി. വണ്ടി അകത്തോട്ട് കയറ്റി വിട്ടില്ല. പിന്നെ വാച്ചറുടെ കാലും കൈയും പിടിച്ചാണ് ഞങ്ങൾ തന്നെ അകത്തോട്ട് കയറിയത്. കാട്ടുപോത്തും ആനയും കരടിയും ഒക്കെ ഉള്ള പ്രദേശമാണ് ഇവിടെ. താണ്ട് കണ്ടില്ലേ, ഒരു പ്രാവ് നിറയെയും ചക്കുകൾ. ആ ചക്കയെക്കാട്ടിലും കൂടുതൽ കുരങ്ങന്മാരും അതിലും. അമ്പനാട് ഈ എസ്റ്റേറ്റിൽ വരുമ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ മാനേജറെ വിളിച്ച് പെർമിഷൻ എടുക്കണം. അപ്പോൾ വണ്ടിയും കൊണ്ട് അകത്ത് പോയി ചുറ്റിക്കറങ്ങാം. പിന്നെ രാത്രി താമസിക്കാൻ ഹോം സ്റ്റേ ഉണ്ട്. ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ പഴയ സായിപ്പിന്റെ ഒരു ബംഗ്ലാവാണ്. 1920 നിർമ്മിച്ച ബംഗ്ലാവ്. ഇപ്പോഴും ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണാമല്ലോ എന്താ വെയിൽ. പക്ഷെ ആ വെയിലിന്റെ ചൂട് അറിയാനേ ഇല്ല. നല്ല അടിപൊളി തണുപ്പ്. കൊല്ലത്ത് കണ്ടിരിക്കേണ്ട പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് അമ്പനാട് ഈ എസ്റ്റേറ്റ്. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വന്ന് ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ മലയുടെ മുകളിൽ നിന്ന് സൂര്യാസ്തമയം കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. സൂര്യാസ്തമയം കാണാൻ വേണ്ടി മാത്രം ഇവിടെ ആൾക്കാർ വരാറുണ്ട്. മൂന്നാറിനെ വെല്ലുന്ന തണുപ്പ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്രാമ്പു എസ്റ്റേറ്റ് കൂടിയാണ് അമ്പനാട് ഈ എസ്റ്റേറ്റ്. എങ്ങോട്ട് ക്യാമറ വെച്ചാലും നല്ല അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. വഴിയിലെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാൻ കിട്ടുന്നില്ല. എത്രയേറെ തൊഴിലാളികൾ പണിയെടുക്കുന്ന എസ്റ്റേറ്റ് ആണ്. അവരൊക്കെ എവിടെ? രാത്രിയിൽ കാട്ടുമൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്ന സ്ഥലം. ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ കാണും പുലിയോ കാട്ടുപോത്തോ വല്ലോ. ഉള്ളിൽ ചെറിയൊരു പേടിയുമുണ്ട്. ആരെയും കാണുന്നില്ല. ഗേറ്റിൽ നിന്ന് വാച്ച പറഞ്ഞു തന്ന വഴി മാറിപ്പോയോ എന്നൊരു സംശയവും ഉണ്ട്. ഞാൻ നടന്ന് കുറെ ദൂരം ചെന്നാലും കൂടെയുള്ള രണ്ടുപേരെ കാണാൻ കിട്ടില്ല. രണ്ടും മടിയുടെ കാര്യത്തിൽ PhD എടുത്തവരാ. പിന്നെ അവരെ നോക്കി തിരിച്ചു നടക്കും. ഇതിനെയൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകാൻ ഇതേ ഒരു മാർഗമുള്ളൂ. മത്സരം വെക്കുക, ഓടുക. ഇല്ലെങ്കിൽ ഒന്നും മുമ്പോട്ട് കയറത്തില്ല. എല്ലാം അങ്ങനെ തളർന്നു നിൽക്കും. നടന്നു കുഴഞ്ഞു. ദാഹിക്കുകയും ചെയ്യുന്നു. വെള്ളമാണെങ്കിൽ കൈയില്ല താനും. ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കുക ഒരു മനുഷ്യക്കുഞ്ഞിനെയും കാണുന്നുമില്ല. പിന്നെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചങ്ങ് നടക്കുകയാണ്. 1/4 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത യാത്രയായി. കൊടുങ്കാട്ടിൽ പെട്ടുപോയ അവസ്ഥ. തിരിച്ചു നടന്നാലും 1/2 മണിക്കൂറിന് മുകളിലെത്തും ഗേറ്റിന്റെ അവിടെ എത്താൻ. എന്തായാലും മുൻപോട്ട് തന്നെ പോകാം. വെള്ളം തീർന്നു പോയതാണ് ഒരു പണിയായി പോയത്. ഈ ബ്രിട്ടീഷുകാർ ഇങ്ങനെയുള്ള അടിപൊളി സ്ഥലങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചോ ആവോ. നമ്മളിൽ പലർക്കും ഇപ്പോഴും അറിയില്ല ഇങ്ങനെയുള്ള അടിപൊളി സ്ഥലങ്ങളെ കുറിച്ച്. ജാതി മരത്തിൽ നിറയും ജാതിക്ക് പിടിച്ചു നിൽക്കുന്നു. ജാതിയും ഗ്രാമ്പും തേയിലയും കണ്ടിങ്ങനെ നടക്കുക. ഇതുവരെ ഓറഞ്ച് കണ്ടില്ല. അതും ഇവിടെ എവിടെയോ ഉണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഗ്രാമ്പു മരം കാണുന്നത്. ഗ്രാമ്പു മരത്തിൽ ഇഷ്ടം പോലെ ഗ്രാമ്പു ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന അടിപൊളി രസമുണ്ട് കാണാൻ. അങ്ങനെ വീണ്ടും കുറെ ദൂരം നടന്നപ്പോൾ ദൂരെ ഒരു ചർച്ച് കാണാം. ഇത്രയും ദൂരം നടന്നിട്ടും ആകെ കണ്ട ഒരു കെട്ടിടം. അതിനടുത്ത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടാൽ മതിയായിരുന്നു കുറച്ച് വെള്ളം കുടിക്കാൻ. നട്ടുച്ച സമയം ആയതുകൊണ്ടാവും വഴിയിലെങ്ങും ആരെയും കാണാത്തത്. എന്തായാലും ചർച്ച നിൽക്കുന്ന ഭാഗം ലക്ഷ്യമാക്കി നടക്കാം. അങ്ങനെ നടന്നിരുമ്പോൾ ദാ കാണുന്നു 100 വർഷത്തിന് മുകളിൽ പ്രായമുള്ള നമ്മുടെ തേയില ഫാക്ടറി. തേയില ഫാക്ടറിയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് നാളെ പോകാം. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ.